പക്ഷേ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ 2008 ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി അദ്ദേഹം നടത്തിയൊരു വെളിപ്പെടുത്തൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഹിന്ദുക്കളെയാകും ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത്. കാരണം അദ്ദേഹം പറയുന്നത് കോൺഗ്രസും ISIയും ചേർന്ന് മുംബൈ ഭീകരാക്രമണം ഒരു മാച്ച് ഫിക്സിംഗ് നടത്തി. മാത്രമല്ല അത് ഹിന്ദുത്വ അജണ്ടയിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചേർന്നുണ്ടാക്കി, അല്ലെങ്കിൽ ഹിന്ദുവാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന തരത്തിൽ ഹിന്ദു വിരോധം ലോകത്ത് ഇന്ത്യയിലുടനീളം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഇത് ഓരോ ഹിന്ദുക്കളും കേൾക്കേണ്ട കാര്യമാണ്. കാരണം കോൺഗ്രസ്സിന് ഹിന്ദു വിരോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. 173 പേരാണ് അന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ താജ് ഹോട്ടലിലടക്കം കൊല്ലപ്പെട്ടത്. അജ്മൽ കസബിനെ അന്ന് ജീവനോടെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കയ്യിൽ കാവിച്ചരടും നെറ്റിയിൽ കുങ്കുമമൊക്കെ ഇട്ടുകൊണ്ട് വന്ന അജ്മൽ കസബ് ഹിന്ദുവാണ് എന്ന് കരുതി ഇത് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളാണ് ഇത് നടത്തിയത് എന്ന് പറഞ്ഞ് ഇത് വലിയ രീതിയിൽ അവർ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചേനെ. പക്ഷേ അതൊന്നും ചെയ്യാതെ ഓങ്കാര തുക്ല എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ട് മാത്രം ആ രീതിയിലേക്ക് പോയില്ല. യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിന് ഇത്ര ഹിന്ദു വിരോധം? അല്ല, കോൺഗ്രസ് പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നും അവരുടെ ഒരു വോട്ട് ബാങ്കായിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ കൂടെ നിർത്താനുള്ള ശ്രമം എന്നും അവർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കോൺഗ്രസിനകത്ത് തന്നെ എത്രയോ കാലമായിട്ട് 2 ധാര സജീവമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒരു ഹിന്ദു പക്ഷവും ഒരു മുസ്ലിം പക്ഷവും എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഉടനീളം കാണാൻ പറ്റും. മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നപ്പോൾ ഇതിനിടയിൽ ഒരു സമവായ ശക്തിയായിട്ട് നിന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ പണി എന്താ? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സമവായത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പലപ്പോഴും ഹിന്ദുക്കളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും മുസ്ലിം താല്പര്യം കുറേ കൂടി ചേർത്ത് പിടിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ രമ്യതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണം ആദ്യത്തെ പ്രധാനമന്ത്രി ആരാവണം എന്ന ചർച്ച കോൺഗ്രസിനകത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യ വെട്ടിമുറിക്കണം, വിഭജിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശക്തിയുടെ യഥാർത്ഥ കാര്യം എന്താണ്. യഥാർത്ഥ കാര്യം എന്തായിരുന്നു? ഇന്ത്യയിൽ 2 പേർ ഒരേപോലെ പ്രധാനമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ അർഹിക്കുന്നു എന്നും പറയാം. ജവഹർലാൽ നെഹ്റു അത് അർഹിക്കുന്നുണ്ട്, മുഹമ്മദ് അലി ജിന്നയും അത് അർഹിക്കുന്നുണ്ട്. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം വോട്ട് ബാങ്ക് വെച്ച് കളിക്കുന്നുണ്ട്. നെഹ്റുവിനാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അദ്ദേഹം ജാതി വെച്ചൊന്നും കളിച്ചിട്ടില്ല. പക്ഷേ മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയില്ലെങ്കിൽ ഇന്ത്യ പിളരും, ഇന്ത്യ വെട്ടിമുറിക്കേണ്ടി വരും, ഇന്ത്യ വിഭജിക്കേണ്ടി വരും എന്നതുകൊണ്ട് മഹാത്മാഗാന്ധി ഒരു ഘട്ടത്തിൽ ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയാലും എന്താ കുഴപ്പം എന്ന് നെഹ്റുവിനോട് സംസാരിച്ചതായിട്ടൊക്കെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയിട്ടെങ്കിലും ഇന്ത്യയെ ഒന്നാക്കി നിർത്തണം എന്നുള്ള മോഹമുണ്ടല്ലോ. അപ്പോൾ ഗാന്ധിയോട് പിന്നീട് അത്തരം പാകിസ്ഥാന് അനുകൂലമായ നിലപാട്, പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കേണ്ടിയിരുന്ന, വിഭജിക്കുമ്പോൾ ഇന്ത്യ കൊടുക്കേണ്ടിയിരുന്ന പണം കൊടുക്കാൻ വേണ്ടിയുള്ള സത്യാഗ്രഹം ഓർമ്മയില്ലേ? അതുപോലെ നവഖാലിയിൽ അദ്ദേഹം എടുത്ത നിലപാട്, ഇന്ത്യ വിഭജിച്ചപ്പോൾ ചുരുക്കത്തിൽ ഈ മഹാത്മാഗാന്ധിക്ക് തന്നെ മുമ്പ് തന്നെ ഉണ്ട്. ഇപ്പോൾ തിലകൻ എടുത്തിരുന്നൊരു നിലപാടുണ്ട്, പട്ടേൽ എടുത്തിരുന്ന നിലപാട്, അതൊന്നും ഇപ്പോൾ അപ്പുറത്ത് മൗലാന മുഹമ്മദ് അലി എടുത്ത നിലപാട്, അബുൽ കലാം ആസാദ് എടുത്ത നിലപാട്, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ എടുത്ത നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ധാരയും ഒരു ഹിന്ദു ധാരയും കൃത്യമായിട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ ഹിന്ദു സംസ്കാരത്തെയും ഇതിൻ്റെ ഒരു യോജിപ്പിന് വേണ്ടി മഹാത്മാഗാന്ധി ചെയ്തത് പലപ്പോഴും ഹിന്ദു സംസ്കാരത്തെയല്ല. അദ്ദേഹം അവഗണിച്ചാൽ അത് കുറ്റമാവില്ലല്ലോ, ഹിന്ദുക്കൾ പുറത്തോളും ഹിന്ദു സംസ്കാരത്തെ അവഗണിച്ചാൽ. പക്ഷേ മഹാത്മാഗാന്ധി മുസ്ലിം വിഭാഗത്തെ അവഗണിച്ചാൽ അത് വലിയ കുറ്റമായി തീരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം ഹിന്ദു സംസ്കാരത്തെ അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നീട് മഹാത്മാഗാന്ധിക്ക് ശേഷമുള്ള കോൺഗ്രസ്സിൽ അത് വളരെ പ്രകടമായി, പലയിടത്തും വ്യാപകമായ തോതിൽ. മാത്രമല്ല, പിളർപ്പ് നടന്നു. മഹാത്മാഗാന്ധിയുടെ കൂടി സമ്മതത്തോടു കൂടിയാണല്ലോ വിഭജനം നടക്കുന്നത്. ഗാന്ധി അവസാനം വരെ എതിർത്ത് നോക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ പണ്ഡിറ്റ് പന്ത്, KC വല്ലഭ പന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം AICCയിൽ അവതരിപ്പിച്ച വിഭജന പ്രമേയം ആണ് കോൺഗ്രസ്
അംഗീകരിച്ചത്. വിഭജന പ്രമേയം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാകാനാണ്. അപ്പോൾ വിഭജനത്തിൽ വരെ എത്തിച്ച ഒരു ധാരയുണ്ട്. ആ ധാരയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ധാരയിൽ എപ്പോഴും ഒരു പിൽക്കാലത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കാര്യം കൂടി സംഭവിച്ചു. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. സ്വാതന്ത്ര്യം കിട്ടി, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി. കൊല്ലപ്പെട്ടത്, മഹാത്മാഗാന്ധിയെ കൊന്നത് ഈ ഹിന്ദു തീവ്രവാദികളാണ് എന്ന് വെളിപ്പെട്ടു. അപ്പോൾ അത് RSSൻ്റെ മേൽ ചാർത്താനും RSSകാരാണ് എന്ന് വരുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടന്നു. പക്ഷേ അത് പിന്നീട് ചരിത്രത്തിൽ കുറേ കൂടി ക്ലാരിറ്റി വന്നു. ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിരുന്ന VD സവർക്കർ മഹാത്മാഗാന്ധിയുടെ കേസിൽ പ്രതിയാക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി, തെളിവില്ലാത്തതുകൊണ്ട്. പക്ഷേ VD സവർക്കർ പോലും ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കൂടുതൽ തീവ്രമായ ഒരു കൊച്ചു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മാറിയ കാലത്താണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നത്. ഒരിക്കലും ഹിന്ദു മഹാസഭയോ RSSോ അവരുടെ അംഗങ്ങളായിരിക്കെ മഹാത്മാഗാന്ധിയെ കൊല്ലാനുള്ള യാതൊരു നീക്കത്തിലും പങ്കുവഹിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, മഹാത്മാഗാന്ധിയെ എന്നും അവർ ആദരിച്ചിട്ടേ ഉള്ളൂ. മഹാത്മാഗാന്ധിയും RSSൻ്റെ നേതാക്കന്മാരുമായിട്ടുണ്ടായിരുന്ന സമീപനങ്ങളൊക്കെ പിൽക്കാലത്ത് പുറത്തു വന്നതാണ് ധാരാളമായിട്ട്. മഹാത്മാഗാന്ധിയെ RSS അവരുടെ പരിപാടികൾക്ക്, RSS ശാഖകളിൽ മഹാത്മാഗാന്ധി പോയിട്ടുണ്ട്, മഹാത്മാഗാന്ധിയെ പരിപാടികൾക്ക് വിളിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ പരിപാടികളിൽ RSSൻ്റെ പരമാചാര്യന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ രമ്യതയിൽ പോയിരുന്നൊരു പ്രസ്ഥാനമാണ്. അവർ മഹാത്മാഗാന്ധിയെ കൊല്ലുകയില്ല എന്ന് മാത്രമല്ല, അവർ പലപ്പോഴും മഹാത്മാഗാന്ധിക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോൾ മോഹൻ ഭഗവത്ജി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാവിലെ RSSൻ്റെ ശാഖ ഇന്ത്യയിൽ എവിടെയുണ്ടോ അവിടെയൊക്കെ ആദ്യത്തെ പ്രാർത്ഥന മഹാത്മാഗാന്ധിക്ക് വേണ്ടിയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ഹിന്ദു രാജ്യം വരും എന്നാണല്ലോ ഒരു വലിയ സ്വപ്നം ഇവരുടെ. ഹിന്ദുത്വവാദത്തിൻ്റെ സ്വപ്നം എന്താ? ഹിന്ദു രാജ്യം വരും. ഏതാണ് ആ ഹിന്ദു രാജ്യം? അത് മഹാത്മാഗാന്ധിയുടെ ഹിന്ദു രാജ്യമാണ്. ഹിന്ദു രാജ്യം അങ്ങനെ രാമരാജ്യമാണ്. രാമരാജ്യം സ്വപ്നം കണ്ടയാളാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ഈ ചുരുക്കത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇടക്കാലത്ത് ഈ മഹാത്മാഗാന്ധിയുടെ വധം കൂടി നടന്നതോടുകൂടി മൊത്തം ഒരു ഹിന്ദു വിരുദ്ധമായ നിലപാടിലേക്ക് പതുക്കെ വന്നു. പിന്നീട് ധാരാളം ഉദാഹരണങ്ങൾ നമ്മളത് കണ്ടു. ഇപ്പോൾ ഈ അയോധ്യ പ്രശ്നം ഓർമ്മയില്ലേ? അയോധ്യയിലെ ബാബരി മസ്ജിദിൻ്റെ മിമ്പറിൽ അതിനെ അകത്ത് വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, അത് എടുത്തു കളയാൻ ഉത്തരവിടുന്നു. അതൊന്ന്. അവിടെ ശിലാന്യാസം നടക്കുന്നു. കുറേ സംഭവങ്ങളിൽ ഇതിപ്പോൾ ഈ അയോധ്യ പ്രശ്നം മുഴുവൻ വഷളായത് കോൺഗ്രസ് ഭരണകാലത്താണല്ലോ. ആലോചിച്ച് നോക്കൂ. ആ ഒരു പരമ്പരയിൽ പിന്നെ നമ്മൾ കാണുന്ന ഒന്ന് ഷാബാനു കേസാണ്. ഷാബാനു ബീഗം കേസ് എന്താ? മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ അധാർമികമായ ഇഷ്ടം പോലെ വിവാഹം കഴിക്കുക, ഇഷ്ടം പോലെ വിവാഹമോചനം നടത്തുക, എന്നിട്ട് ആ പെൺകുട്ടികൾ അനാഥരാവുക. അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന കോടതി വിധി വന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി രാജീവ് ഗാന്ധിയാണ് ബില്ല് കൊണ്ടുവന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താനും പ്രീണിപ്പിക്കാനും വേണ്ടി ബനാത്ത് വാലയെ കൊണ്ട് ബില്ല് കൊണ്ടുവരിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് നേരിട്ടത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ മുതൽ ഇങ്ങോട്ട് ഒരു ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാട് BJP സ്വീകരിച്ചു വരുന്നുണ്ട്. ഇന്നും അവർ വിചാരിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ് അവരുടെ വോട്ട് ബാങ്ക് എന്നാണ്. അതുവഴി അവർ അവഗണിക്കുന്നത് ഹിന്ദുവിനെ ആണ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സംസ്കാരത്തെയാണ്. അത് ഇന്ത്യയുടെ സംസ്കാരത്തെയാണ്. അതുവഴി മഹാത്മാഗാന്ധിയുടെ തന്നെ സംസ്കാരത്തെയാണ്. അത് അവർ മറന്നു പോവുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ വന്ന് ഏറ്റവും ഒടുവിലത്തെ ഇഷ്യൂ എന്താ? അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പ്രതിനിധിയായിട്ടും അതിൻ്റെ അപകടമായിട്ടും അത്തരം സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്ത്യയിലുടനീളം ഒന്നെടുത്തു നോക്കൂ. ഒറ്റ കാര്യം എടുത്താൽ മതി. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു എത്ര കൊല്ലം? 70 വർഷം. എന്ന് വെച്ചാൽ 1947 തൊട്ട് 2014 വരെ. അതിനിടയിൽ വാജ്പേയി ഭരിച്ച് കുറച്ചു കാലം ഒഴിച്ചാൽ തുടർച്ചയായിട്ട് ഭരിക്കല്ലേ. ആ കാലത്ത് ഇന്ത്യയിലുണ്ടായ വർഗീയ കലാപങ്ങളുടെ എണ്ണം എത്രയാണ്? എന്ത് ചെയ്തു അന്ന് കോൺഗ്രസ്? പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ഒന്നും ചെയ്തില്ല മാഷേ. ഒന്നും ചെയ്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ അന്നൊക്കെ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഈ ഇന്ത്യക്കെതിരായുള്ള ശക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് ഒരു ഹിന്ദു സംസ്കാരം RSSനുമായി ബന്ധിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യത, അത് അന്വേഷിച്ച് നടന്നതിൻ്റെ ഒരു കുഴപ്പമാണ് മുഴുവൻ. അജ്മൽ കസബിനെ പറഞ്ഞ പോലെ ഇവർ ചെയ്ത പണിയുണ്ടല്ലോ. TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് മാഷാ അല്ലാ
എന്ന് ഓടും സ്റ്റിക്കർ വെച്ച്. ഒട്ടിച്ചില്ലേ ആ, ആ. സ്റ്റിക്കർ ഒട്ടിച്ചില്ലേ അതുപോലുള്ളൊരു പണിയാണ് അജ്മൽ കസബിനെ വേഷം കെട്ടിച്ച് രാഖി എന്താ അല്ലേ ചുവന്ന നൂല് ചരട് ചരട് ഇവിടെ നെറ്റിയിൽ ചുമന്ന കുറി. ആ അതൊരു പക്ഷേ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ഏത് ഭീകരവാദിയും വേഷം മാറി വരും. പക്ഷേ ആ വേഷം മാറി വന്നവനെ ഒന്ന് പിടിച്ചില്ല എന്ന് വിചാരിച്ചു. വേഷം മാറി വന്നവനെ ഇവനെ ഭീകരവാദിയെ അവിടെ വെച്ച് ഇവനും കൂടി കൊല്ലപ്പെട്ടു. കൂട്ടത്തിൽ വന്നവരെയൊക്കെ അവിടെ വെച്ച് കൊന്നു. ഇവൻ മാത്രം രക്ഷപ്പെട്ടപ്പോഴാണ് ഇവന്റെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ടും എടുക്കുന്നത്. അപ്പോഴാണ് ഇവൻ അജ്മൽ കസബാണ് എന്നും പാകിസ്ഥാൻ ISI പരിശീലനം നൽകി വിട്ടതാണ്, ISI പരിശീലനം നൽകി വിട്ടതാണ്, പിടിച്ചാൽ ഹിന്ദു ആണെന്ന് പറയണമെന്നും അതൊക്കെ അവരുടെ പരിശീലനമാണ്. അജ്മൽ കസബിനെ പിടികിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇസ്ലാമിക ഭീകരവാദത്തെ നമ്മൾ ഗൗരവപൂർവ്വം കാണുമായിരുന്നില്ല. ഇന്ത്യയുടെ എക്കാലത്തെയും തലവേദനയായി അവർ മാറുമായിരുന്നു. പാകിസ്ഥാൻ്റെ അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ലഷ്കർ എ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് ഒക്കെ ഉണ്ടാകുന്നത് പിന്നെയാണല്ലോ. ഇതൊക്കെ ഓരോരോ കാലങ്ങളിൽ പേര് മാറി വരുന്നു എന്നേ ഉള്ളൂ. എല്ലാം ഒന്നാണ്, ഒരേ ആശയമാണ്, ഒരേ പ്രചോദനമാണ്. അപ്പോൾ അത് തിരിച്ചറിയുന്നതിൽ കോൺഗ്രസ് വലിയ തോതിൽ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. അതിൻ്റെ അപകടം എന്താണെന്നറിയോ? അതിൻ്റെ ഏറ്റവും വലിയ അപകടം ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചു. ബോംബെയിലെ മഹാനഗരത്തെ തകർത്തു. അഹമ്മദാബാദിൽ സ്ഫോടനം ഉണ്ടാക്കി. ഗോദ്രയിൽ തീവണ്ടി കത്തിച്ചു. ഇതൊക്കെ നടന്നു. മലേഗാവ് സ്ഫോടനമൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം രണ്ടാക്കി മാറ്റി. വിഭജനത്തിന് ശേഷവും പാകിസ്ഥാനിലേക്ക് പോയതിന് ശേഷവും ഇന്ത്യയിൽ ഈ വിഭജനം ഏതാണ്ട് നിലനിന്ന അവസ്ഥയാണ് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണം നടത്താൻ അജ്മൽ കസബും കൂട്ടരും വന്നപ്പോൾ അത് മുസ്ലിങ്ങളാണ് എന്ന് ഭരണകൂടം കണ്ടെത്തി പറയുമായിരുന്നില്ല. അതാണ് ഇദ്ദേഹം പറഞ്ഞ കാര്യം, പറയുമായിരുന്നില്ല. കാരണം അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ശരിയായ മട്ടിൽ തുറന്നു കാട്ടാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അജ്മൽ കസബ് പിടിക്കപ്പെട്ടു എന്നത് ഒരു കണക്കിന് അത് വലിയൊരു കാര്യമായി, വലിയ നേട്ടമായി. ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് അജ്മൽ കസബ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവർ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാകുമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പോഴും ഞാനീ പറഞ്ഞത് ഇപ്പോൾ ഇദ്ദേഹമൊക്കെ മണിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും കോൺഗ്രസ് വല്ലതും പഠിച്ചോ? കോൺഗ്രസിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആരാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കൾ എന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അപകടമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നത്. ഇന്ത്യയിലൊരു മുസ്ലിം പാർട്ടിയായി രാഹുൽ ഗാന്ധിയുടെ പാർട്ടി മാറി എന്നതാണ് ഫലത്തിൽ. അതിൻ്റെ അപകടം എന്താ? മുസ്ലിം പാർട്ടി മുസ്ലിങ്ങൾ അവരെ തിരിച്ചറിയും തോറും അവർക്ക് മുസ്ലിങ്ങളുടെയും പിന്തുണ ഇല്ലാതാവും. ഇത് മുസ്ലിം പാർട്ടിയാണ് എന്ന് ഹിന്ദുക്കൾ തിരിച്ചറിയുമ്പോൾ അവരുടെയും പിന്തുണ ഇല്ലാതാവും. കോൺഗ്രസ് ഇല്ലാതാവുന്നതിൻ്റെ കാരണം സത്യത്തിൽ ഇപ്പോൾ ഈ മണിസാറ് പറഞ്ഞ അടിസ്ഥാന കാര്യത്തിലേക്കാണ്. ഹിന്ദുവിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി എന്നെങ്കിലും ഹിന്ദു എന്ന സമുദായത്തെ, ഹിന്ദുവിൻ്റെ സംസ്കാരത്തെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? ആ ചോദ്യമാണ് മണിസാർ ചോദിക്കുന്നത്. അത് വെറൊരു ചോദ്യമല്ല, ഒരു അക്കാഡമിക് ചോദ്യം കൂടിയാണ്. ആ ചോദ്യം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് സന്മനസ്സോടുകൂടി ചർച്ച ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കട്ടെ. രാഹുൽ ഗാന്ധിക്ക് പക്ഷേ ഇതൊന്നും കാണാൻ തൽക്കാലം നേരം ഉണ്ടാവില്ല. അദ്ദേഹം ഇന്ത്യയിലുള്ള സമയം വളരെ കുറവാണ്, പുറത്താണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് അദ്ദേഹം ചിന്തിച്ചാൽ നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.